ഇന്നും യേശുവിനോട് കൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ചില ആളുകളുമായിട്ട് നമ്മൾ അല്പസമയം സംസാരിക്കുമ്പോൾ ചിലരെങ്കിലും അവരുടെ ജീവിതത്തിലെ എല്ലാ ഭാണ്ഡക്കെട്ടുകളും നമ്മുടെ മുമ്പിൽ അഴിച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാ പാരമ്പര്യ വിഷയങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കാറുണ്ട്. ചിലരൊക്കെ ഒരുപക്ഷെ അത്രയൊന്നും തുറന്ന് സംസാരിക്കത്തില്ലെങ്കിലും അവരോട് ചില നിമിഷങ്ങൾ നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ, കുറേ സമയം അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ഭാരങ്ങളിൽ ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് നമുക്കതിന് പരിഹാരം കാണുവാൻ കഴിയും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിലും മനുഷ്യർക്ക് അത്രേ കഴിയുള്ളല്ലോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എന്നാൽ പരിഹാരം ചെയ്യാൻ കഴിയത്തില്ല. ഒരു കാര്യം ഓർത്തോണം, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവ് ഇന്നും നമുക്കായി ജീവിക്കുന്നുണ്ട്. ആ ഒരു ബോധ്യം നമ്മെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ അലിഞ്ഞ് ഇല്ലാതാവും. നമ്മുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിപ്പാൻ ദൈവം ശക്തൻ തന്നെ. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അതിനു വേണ്ടിയിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം വായിക്കട്ടെ. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു പ്രമാണി ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ആ മനുഷ്യനുമായുള്ള സംഭാഷണത്തിൻ്റെ ഒടുവിലായിട്ടാണ് കർത്താവ് പറയുന്നത്, മനുഷ്യർക്ക് അസാധ്യമാണ്, എങ്കിലും ദൈവത്തിന് സകലതും സാധ്യം. കർത്താവ് ആ മനുഷ്യനോട് ഉപദേശങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ കാത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെന്ന് ഇയാൾ യേശുവിനോട് പറയുന്നു. അപ്പോൾ കർത്താവ് ആ മനുഷ്യനോട് പറയുന്നത്, ഒരു കുറവ് നിനക്കുണ്ട്. നമ്മളൊക്കെ എല്ലാം ഓക്കെ ആണെന്നും ശരിയാണെന്നും വിചാരിക്കുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ. എന്നാൽ ദൈവസന്നിധിയിലും ദൈവത്തിൻ്റെ വചനപ്രകാരവും ചിന്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാം ശരിയായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 1950കളിൽ അമേരിക്കൻ ജനതയുടെ മനസ്സിനകത്ത് ഇടം പിടിച്ച ഒരു ഗാനരചയിതാവും അഭിനേതാവുമായിരുന്നു സ്റ്റുവർട്ട് ഹംബ്ലിൻ എന്നയാൾ. അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ കഥ വളരെ വ്യത്യസ്തമായ ഒന്നാണ്. നമുക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നും. വലിയ പ്രശസ്തനായിരുന്നപ്പോൾ തന്നെ വല്ലാത്ത മദ്യപാനിയായിരുന്നു താൻ. മദ്യപാനം മാത്രമല്ല, മറ്റു പല സ്വഭാവ ദൂഷ്യങ്ങളും തനിക്കുണ്ടായിരുന്നു. 1949 ഒരു US സുവിശേഷകൻ ലോസ് ആഞ്ചലസിൽ ഒരു കൺവെൻഷന് വേണ്ടി ചെന്നു. ഒരു രസത്തിന് ഹംബ്ലിനും ഈ ദൈവവചനം കേൾക്കാൻ അവിടെ എത്തി. അംഗമധ്യേ ഈ സുവിശേഷകൻ ഇങ്ങനെ പറഞ്ഞു, ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ കപടഭക്തൻ ഇന്നത്തെ കൺവെൻഷനിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്റ്റ് സഭയിലെ ഒരു പട്ടക്കാരൻ്റെ മകനായിരുന്ന ഹംബ്ലിൻ ഈ സുവിശേഷകൻ പറഞ്ഞ വാക്കുകൾ വല്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി ഏകദേശം 2 മണിയായപ്പോൾ ഈ യുവ സുവിശേഷകൻ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയുടെ വാതിക്കൽ ഹംബ്ലിൻ എന്ന ഈ പ്രസിദ്ധനായ മനുഷ്യൻ മുട്ടിവിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, താങ്കൾ പ്രഭാഷണ മധ്യേ സൂചിപ്പിച്ച ആ കപടഭക്തൻ ഞാനാണ്. വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ ഈ സുവിശേഷകൻ പറഞ്ഞു, അതിന് ഞാനെന്ത് വേണം, നിങ്ങളും ദൈവവുമായി തീർത്തുകൊള്ളുക. ഹംബ്ലിൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവർ പിന്നെയും സംഭാഷണത്തിൽ ഏർപ്പെട്ടു. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കഥകളും സുവിശേഷകൻ്റെ മുമ്പിൽ താൻ തുറന്നു പറഞ്ഞു. ഏതായാലും ഹംബ്ലിൻ ആ സുവിശേഷകൻ്റെ മുറിയിൽ നിന്ന് തിരികെ പോയത് മാനസാന്തരപ്പെട്ട വ്യക്തിയായിട്ടാണ്. തന്നെയുമല്ല, തൻ്റെ മദ്യപാന സ്വഭാവം നിർത്തുകയും മറ്റ് ദുഷിച്ച സ്വഭാവങ്ങളോടെല്ലാം വിട പറയുകയും ഹോളിവുഡിനോട് എന്നേക്കുമായി ബൈ പറയുകയും ചെയ്തു. അത് ഒരു വലിയ വാർത്തയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ഹംബ്ലിന് വന്ന ഈ രൂപാന്തരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അക്കായ്ക്ക് വന്ന മാനസാന്തരത്തെ നമ്മളൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വിഷമമാണ്, എങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. മാനസാന്തരത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയും നേരിടുകയും വളരെ വല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും ചെയ്യുന്ന ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നെങ്കിലും അതിൽ നിന്നും ഒരു മോചനത്തിന് ദൈവത്തിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിന് അത് പരിഹരിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തെങ്കിലേക്ക് അടുത്തിയല്ലോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുമായി അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മനസ്സിലിടമേ, തൃക്കരം നീട്ടി അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.